പുതിയ തരം പണം, ക്രിപ്റ്റോ സംഭരണ. ക്രിപ്റ്റോ കറൻസി വാങ്ങുന്നത് ഒരു തുടക്കം മാത്രമാണ്. അടുത്തതായി വേണ്ടത് ഒരു സംഭരണ രീതി തിരഞ്ഞെടുക്കുകയാണ്. നിങ്ങൾ സാധാരണയായി ഒരു വാലറ്റിലാണല്ലോ ക്രിപ്റ്റോകറൻസി സൂക്ഷിക്കുന്നത്. അത് സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതുണ്ട്. ഇതിനുള്ള ഏറ്റവും നല്ല മാർഗം ലെഡ്ജർ ഫ്ലെക്സ് പോലുള്ള ഒരു ഹാർഡ്വെയർ വാലറ്റിൽ നിങ്ങളുടെ ക്രിപ്റ്റോകറൻസികളുടെ സ്വകാര്യ കീകൾ സൂക്ഷിക്കുക എന്നതാണ്. നിങ്ങൾ ഒരു ബ്രോക്കറിൽ നിന്ന് വാങ്ങുമ്പോൾ നിങ്ങളുടെ ക്രിപ്റ്റോ എങ്ങനെ സംഭരിക്കുന്നു എന്നതിൽ നിങ്ങൾക്ക് പരിമിതികൾ ഉണ്ടായേക്കാം. എന്നിരുന്നാലും ഒരു എക്സ്ചേഞ്ച് വഴി വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഹോട്ട് വാലറ്റോ കോൾഡ് വാലറ്റോ തിരഞ്ഞെടുക്കാം. ഒരു കമ്പ്യൂട്ടർ, ഫോൺ അല്ലെങ്കിൽ ടാബ്ലെറ്റ് എന്നിവയിൽ നിന്ന് ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഓൺലൈൻ സംഭരണം ഹോട്ട് വാലറ്റുകൾ വാഗ്ദാനം ചെയ്യുന്നു എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇന്റർനെറ്റിൽ സംഭരിച്ചിരിക്കുന്നതിനാലും സൈബർ ആക്രമണങ്ങൾക്ക് കൂടുതൽ സാധ്യതയുള്ളതിനാലും ഒരു ഹോട്ട് വാലറ്റിന് സുരക്ഷാ അപകടസാധ്യതയുണ്ട്. ഒരു കോൾഡ് വാലറ്റ് ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കുന്നില്ല. നിങ്ങളുടെ ക്രിപ്റ്റോകറൻസി ഒരു USB ഉപകരണം പോലുള്ള ഒരു ബാഹ്യ ഡ്രൈവിൽ സൂക്ഷിക്കാം. സുരക്ഷിതമായ സ്ഥലത്ത് സൂക്ഷിക്കാൻ നിങ്ങൾക്ക് ഒരു കീകോഡ് ലഭിക്കും. കീകോഡ് നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ക്രിപ്റ്റോകറൻസി നഷ്ടപ്പെട്ടേക്കാം. ക്രിപ്റ്റോ ഹോട്ട് വാലറ്റുകളും ക്രിപ്റ്റോ കോൾഡ് വാലറ്റുകളും സംയോജിപ്പിക്കുക എന്നത് നല്ല കാര്യമാണ്. അതായത് പ്രവേശനക്ഷമതയും സുരക്ഷയും സന്തുലിതമാക്കുന്നതിന് നിങ്ങളുടെ തന്ത്രത്തിൽ ഹോട്ട് വാലറ്റുകളും കോൾഡ് വാലറ്റുകളും ഉൾപ്പെടുത്തുക. ദൈനംദിന വ്യാപാരത്തിനോ ചെലവിനോ വേണ്ടി ഒരു ഹോട്ട് വാലറ്റിൽ ഒരു ചെറിയ തുക സൂക്ഷിക്കുക. സുരക്ഷയ്ക്കായി ഭൂരിഭാഗവും ഒരു കോൾഡ് വാലറ്റിൽ സൂക്ഷിക്കുക. നിങ്ങൾ ക്രിപ്റ്റോകറൻസികൾ വാങ്ങുന്ന വില നിങ്ങളുടെ ബ്രോക്കർ വഴി വിൽക്കുന്ന വിലയേക്കാൾ എപ്പോഴും കൂടുതലായിരിക്കും. കാരണം വിൽപ്പനക്കാർ സാധാരണയായി ഉയർന്ന വിൽപ്പന വിലകളും വാങ്ങുന്നവർ കുറഞ്ഞ വാങ്ങൽ വിലകളും നിശ്ചയിക്കുക വഴി പണം നഷ്ടപ്പെടാതെ നികുതി അടയ്ക്കാൻ കഴിയുന്ന ഒരു ബാലൻസ് കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് മറ്റൊന്നിലേക്കും വില വ്യത്യാസപ്പെടാം. അടുത്തതിൽ ലെഡ്ജർ ഫ്ലെക്സിനെ പറ്റി പറയാം.